ഹായ് ഗൈസ്, ഹായ് ഓൾ, ഇറ്റ് ഈസ് അലിൻ ജോസ് പെരേര പ്രസംഗോണ്ണൻ. അപ്പോൾ എൻ്റെ പുതിയ ഷോർട്ട് ഫിലിമായിട്ടുള്ള 3 ഷോർട്ട് ഫിലിംസ് പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ബ്ലഡി നൈറ്റ്, നേര്, ഇപ്പോൾ 3ാമത്തെ ഷോർട്ട് ഫിലിമാണ് അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി. അപ്പോൾ പല പല കഥാപാത്ര നിമിഷങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ വെബ് സീരീസ് ആയിട്ടാണ് ഒരുക്കുന്നത്. ആദ്യം ഷോർട്ട് ഫിലിം ആയിരുന്നു, അത് ഇപ്പോൾ വെബ് സീരീസ് രൂപത്തിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. എപ്പിസോഡ് 1 പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ ഡബിങ് അടുത്ത ഈസ്റ്ററിനാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. വയലൻസ്, എൻഗേജിങ്, ത്രില്ലർ, എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതൊരു കോമഡി സീരീസ് അല്ല, വയലൻസ്, ത്രില്ലിങ്, ഫാമിലി, ഇമോഷണൽ ഡ്രാമയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ബഡ്ജറ്റ് ഒരുക്കുന്ന ലോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിമാണ്. ബഡ്ജറ്റ് എത്രയെന്ന് സൂചിപ്പിക്കുന്നില്ല, എങ്കിലും അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ 1000 രൂപയാണെങ്കിലും ബഡ്ജറ്റാണല്ലോ ശരിക്കും. അപ്പോൾ പറയാനുള്ളത്, ആറാട്ടെണ്ണൻ മോശമാക്കാൻ നോക്കി നമ്മളെ, പക്ഷേ തരം താത്താൻ നോക്കി. അലിൻ ജോസ് പെരേരയ്ക്ക് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അത് OTT-യിലൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ OTT-യിലും യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. 1-2 ചാനലോട് സംസാരിച്ചിട്ടുണ്ട്, എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക. അടുത്ത പാർട്ട് 2 ഒക്കെ ചിലപ്പോൾ ആറട്ടെണ്ണൻ വേണമെങ്കിൽ കാല് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റോൾ കൊടുക്കാം. പുള്ളി കാല് പിടിച്ചില്ലെങ്കിൽ റോൾ കൊടുക്കില്ല. ആറാട്ടെണ്ണൻ പാപ്പ് പറയണം, എന്നാൽ മാത്രമേ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ പുള്ളി ഉണ്ടല്ലോ, പുള്ളി വെള്ളിയാണ്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രൈറ്റ് ചങ്ക് സംവിധാനം ചെയ്യുന്ന പുതിയ ഷോർട്ട് ഫിലിം, ഇതിലൊരു വില്ലൻ ക്യാരക്ടർ, പേരെന്ന് പറയാമോ ഷോർട്ട് ഫിലിമിൻ്റെ? അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി. നമ്മുടെ പെരേരയാണ് നായകനായിട്ട് എത്തുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് വ്യത്യസ്തമായൊരു കഥാപാത്രം ചെയ്യുന്നു. അത്യാവശ്യം ഡയലോഗ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെരേരനെ വെച്ച് കുറച്ച് ഷോർട്ട് ഫിലിംസ് പലരും ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായൊരു ഷോർട്ട് ഫിലിംസാണ് ബ്രൈറ്റ് ചെയ്യുന്നത്. കാരണം ബ്രൈറ്റ് മറ്റുള്ള ഒരുപാട് വർക്കുകൾ ചെയ്തൊരു സംവിധായകനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചിലവർ ചെയ്തേക്കുന്ന വർക്കുകൾ ഇദ്ദേഹത്തെ കോമാളിയാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ബ്രൈറ്റ് എന്ന സംവിധായകനിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു കഥാപാത്രം തീർച്ചയായിട്ടും പെരേരയിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുപോലെ നല്ലൊരു വില്ലൻ വേഷം ചെയ്യാൻ സാധിച്ചു ഇതിനകത്ത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഷോർട്ട് ഫിലിമിന് ഉണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, റസാഖ് മട്ടാഞ്ചേരി എന്ന മട്ടാഞ്ചേരിക്കാരൻ ചെയ്ത തലതെറിച്ചവനും നന്മ നിറഞ്ഞവരും പോലെ, നന്മ നിറഞ്ഞവരെന്ന ഷോർട്ട് ഫിലിം പോലെ ഒരു വ്യത്യസ്തം നിറഞ്ഞൊരു കോമിക്കല്ല ഈ ഷോർട്ട് ഫിലിം. ഇത് വേസ്റ്റൈലായിട്ട് കഥാപാത്രത്തെ എങ്ങനെ മേക്ക് ചെയ്യാം, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് മേക്ക് ചെയ്ത ഒരു ഡയറക്ടറാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ബ്രൈറ്റ് സിനിമ മേഖലയിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം വയലൻസും ഇൻറ്റിമസിയൊക്കെ നല്ലപോലെ പണിയെടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അതും ഒരു ദിവസം കൊണ്ട് 5, 10, 8 ടേക്ക് എടുത്തൊക്കെയാണ് ഓരോ സീക്വൻസും എടുത്തിരിക്കുന്നത്. സാധാരണ 32 ടേക്കിൽ പോകേണ്ട സാധനം 8 or 10 ടേക്കിലാണ് ഓക്കെ ഇരിക്കുന്നത്. അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. പിന്നെ 24 സീക്വൻസോളം ഒരു ദിവസം എടുത്തല്ലേ? 24ഓളം പറഞ്ഞു ഡയറക്ടർ. നമ്മള് ഒരു 6-7 മിനിറ്റിന്റെ ഒരു സംഭവം അത്രേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയാം. ഇപ്പോഴേ ഞാൻ എടുത്ത് പറയാം, ആരും വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ചെറിയ മേക്കിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞോട്ടെ, നമ്മളെ പ്ലാനും പദ്ധതി എല്ലാം മാറിപ്പോയി. കാരണം ആറാട്ടെണ്ണം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന ഒരാളാണ് നിഷ ഇടുക്കി. നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, കൂടിയ ക്യാമറ 4K ക്യാമറ വേണമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇപ്പം പൈസ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് വേണേൽ പറയാം, ഒരു 6-7 മിനിറ്റ് സംഭവം കാണത്തുള്ളൂ. ചെറിയ രീതിയിൽ ചെറിയ മേക്കിംഗ് ആണ്. വലിയ മേക്കിങ്ങോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ഉറപ്പ് പറയുന്നു, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഗംഭീരമായിട്ടായിരിക്കും. അതിൻ്റെ അകത്ത് 6 8 ഉണ്ടാവും, 3-4 എപ്പിസോഡ് ഉണ്ടാവും. എന്താണെങ്കിലും സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുക സംഭവത്തിൻ്റെ. ബ്രൈറ്റിന് ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ ഷോർട്ട് ഫിലിമിൽ. കാരണം ബ്രൈറ്റ് നമ്മുടെ ഡിസ്മിസ് ഫ്രം ലൈഫ് ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 1 മണിക്കൂർ 15 മിനിറ്റിന്റെ 1.25 മിനിറ്റിന്റെ ഒരു സിനിമ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ബ്ലഡി നൈറ്റിൽ എത്തിയല്ലേ? അതെ, ബ്ലഡി നൈറ്റ് ആണ് എനിക്ക് എൻ്റെ ഇപ്പം ചെയ്ത വർക്കിനെക്കാട്ടി എനിക്ക് പ്രതീക്ഷ ഉള്ളത്. കാരണം ബ്ലഡി നൈറ്റ് ആണ്, ഗംഭീര മേക്കിംഗ് ആണ്. പിന്നെ പെരേര ആ രീതിയിൽ നമ്മൾ പണിയെടുപ്പിച്ച് വിട്ടിട്ടുണ്ട്. അത് കുറച്ച് വൈകുന്നത് അതിന്റെ മേക്കിംഗ്, കുറച്ചുകൂടി എഡിറ്റിംഗ് ഒക്കെ VFX ഒക്കെ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമല്ലേ? VFX ഉണ്ടാകത്തില്ല, എഡിറ്റിംഗ്. ഇതിനകത്ത് പെരേര നായകനാവുന്ന ഒരു പുതിയ ഷോർട്ട് ഫിലിം പറഞ്ഞല്ലോ. അപ്പോൾ റിയയാണ് നായികയായിട്ട് എത്തുന്നത്. ഇവരുടെ ജോഡി വീണ്ടും വരികയാണ്. അപ്പോൾ ഇതിൽ വേറെ 1-2 പേര് കൂടി അഭിനയിച്ചിട്ടുണ്ട്. മായ ഇടുക്കി, അതുപോലെ തന്നെ സിന്ധു ചാലക്കുടി. നല്ല രീതിയിൽ ക്യാമറ ചെയ്തിട്ടുണ്ട് അനൂപ്, ബ്രൈറ്റിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുപോലെ അഭിലാഷ് ആട്ടായം, കോമഡി ഉത്സവത്തിൽ ഒരു എളിയ കലാകാരാണ്. പ്രൊഡ്യൂസർ നിഷ ഇടുക്കി. സ്വന്തമായിട്ട് പറയല്ലേ? അപ്പോൾ അഭിലാഷ് ആട്ടായം ആണ് ഇതിനകത്ത് മിമിക്രി സൂപ്പർ സ്റ്റാറും കോമഡി ഉത്സവം
കോമഡി മാസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഷോയിലൂടെ വന്ന വ്യക്തിയാണ് അഭിലാഷ് ആട്ടയം. അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഹാസ്യം എന്ന് തന്നെ പറയാം. ഹാസ്യം ഇല്ല എങ്കിലും നെഗറ്റീവിൽ ഒരു ഹാസ്യം കണ്ടുപിടിക്കുക നിങ്ങൾ, അതാണ് വ്യത്യസ്തത തോന്നുന്നത്. പിന്നെ റിയയുടെ പെർഫോമൻസ് മികച്ചാണ്. റിയ കുറച്ച് വയലൻസ് ആയിട്ടും പേടിപ്പെടുത്തുന്നതും ഇമോഷണൽസും ട്രാജഡിയും എല്ലാം കൂടി വർക്കൗട്ടായി പോകുന്ന ഒരു 6-7 മിനിറ്റിൻ്റെ ഒരു ചെറിയ വലിയ ഷോർട്ട് ഫിലിം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആണ് ഇറങ്ങുന്നത്. പാർട്ട് 1 എന്തായാലും ഒരു 15-ാം തീയതിക്കുള്ളിൽ പ്രതീക്ഷിക്കാം അല്ലേ? ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അതല്ല, ഏപ്രിൽ 15-ാം തീയതിക്കുള്ളിൽ പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിക്കാം. എന്താ കാരണം ഇത്ര വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2 വർക്ക് വെട്ടിയില്ല. പിന്നെ ഇത് ചെറിയൊരു വർക്കല്ലേ, പെട്ടെന്ന് നമുക്ക് ഇറക്കണം. തിങ്കളാഴ്ചയോ ഞായറാഴ്ച അതെ അത് തന്നെയാണ്. ഇപ്പോൾ 2 വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനും നമ്മുടെ വിമൽ പത്തനാപുരം സാറും കൂടി ചെയ്യുന്ന നേരെ അതിലും 6 സന്തോഷം ഉറക്കീനെ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പുള്ളിക്ക് ഇങ്ങനെ ജാട കാണിക്കുമല്ലോ, പുള്ളിക്ക് 4 മണിക്കൂർ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പം സൂക്കയിൽ തന്നെ പുള്ളി പോയിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ധൃതി കൊണ്ടാണ് പുള്ളി ആ പടത്തിൽ നിന്ന് ഔട്ടായി പോയത്. എനിക്കെന്ന് പറഞ്ഞാൽ ധൃതിയിലല്ലോ, നമുക്ക് ഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഷോർട്ട് ഫിലിം ആണെങ്കിൽ 1.5 ദിവസം നമ്മൾ പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ എന്നെ 6 തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് വർക്ക് ചെയ്തപ്പോൾ? ആറാട്ടണ്ണൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല. കാരണം ആറാട്ടണ്ണന് വലുതായിട്ട് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ആലനാണെങ്കിൽ ഒരു 4:15 ആയപ്പോൾ എന്നെ വിളിച്ച് ഞാൻ എപ്പോഴും ഇറങ്ങണ്ടേന്ന് ചോദിച്ചു. വെളുപ്പിന് തന്നെ ആലൻ എത്തി. നിങ്ങളും കൃത്യം എനിക്കൊന്ന് 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയല്ലേ രാത്രിയിൽ, എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ അങ്ങനെ കിടന്നത്. അപ്പൊ അത്ര ആത്മാർത്ഥതയുണ്ട്. ആറാട്ടണ്ണൻ പ്രൊഫഷണൽ അല്ല, അതുകൊണ്ടാണ് ഡബിങ്ങിന് പോലും ആറാട്ടണ്ണന് 2 പ്രാവശ്യം നമ്മൾ വിളിച്ചപ്പോൾ ലേറ്റ് ആയിട്ടല്ല. ശരിയാണ്. ഇപ്പൊ നേരിന്റെ ആണെങ്കിലും ബ്ലഡി നൈറ്റിന്റെ ആണെങ്കിലും ബ്ലഡി നൈറ്റിന്റെ നേരിന്റെ ഡബിങ് ഒരു കടഞ്ചോഞ്ചലമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അത് വന്നത്. പെട്ടെന്ന് പുള്ളീനെ കാല് പിടിച്ചൊക്കെയാണ് നേരിന്റെയും ബ്ലഡി നൈറ്റിന്റെയും ഡബിങ് പൂർത്തിയാക്കിയത്. കാരണം അത്രക്ക് പുള്ളി കുറച്ചുകൂടി എന്താണ് പറഞ്ഞത്, പുള്ളി നീ പറഞ്ഞത് പ്രൊഫഷണലിസം പുള്ളിക്ക് ഇല്ല. ആറാട്ടണ്ണന് പുള്ളിക്ക് വെറുതെ ഫെയിം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഫെയിം മാത്രമല്ല, ജനങ്ങളോട് ഇടപെടും, മിണ്ടും, സംസാരിക്കും. പിന്നെ എനിക്കുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടുന്ന പെണ്ണ് വെളുത്തിരിക്കണമെന്ന്. അതെൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലേ. അതിനെ കടന്നു കയറി പിന്നെ പുള്ളി സത്യഭാമ വിഷയത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ഇപ്പം കലാമണ്ഡലം പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളൊക്കെ ചെയ്തത് തെണ്ടിത്തരമാണ്. കാരണം പുള്ളി ഡാൻസ് കളിക്കരുതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ കല്യാണത്തിന്റെ വിഷയങ്ങൾ സത്യഭാമ പറഞ്ഞിട്ടുണ്ടോ? കല്യാണത്തിന്റെ നിറത്ത് ആരെ കെട്ടണം പറഞ്ഞോ? എന്താ സത്യഭാമയില്ലേ കല്യാണ വിഷയം എടുത്തിട്ടുണ്ടോ? കല്യാണ വിഷയം അല്ല, ഞാൻ അപ്പൊ ഇതൊരു സ്ട്രെയിൻ ചെയ്തൊരു വലിയ ചെറിയ ഷോർട്ട് ഫിലിമാണ്. കാരണം ഇതൊരു വയലൻസ് മൂഡിലും കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ അടിപ്പിക്കുന്ന രസം അടിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ആയിരിക്കണമെന്നാണ് പ്രതീക്ഷ. കാരണം അത്ര ഹൈപ്പ് ഇല്ലെങ്കിലും കാണേണ്ട ഷോർട്ട് ഫിലിമാണ്. മലയക്കോട്ടെ വാര്യവരെ പോലെ ഹൈ എക്സ്പെക്ടേഷൻ ഞാൻ കൊടുക്കുന്നില്ലെങ്കിലും ലാലേട്ടനെ പോലെയോ നമ്മുടെ ബി ഉണ്ണികൃഷ്ണനെ പോലെയോ തള്ളി പറിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ പ്രോത്സാഹനം നമുക്ക് തരണം. അപ്പോൾ എല്ലാ ചാനലിലും ഇതിൻ്റെ ഓൺലൈൻ പ്രൊമോഷൻ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ പൂജക്ക് നായികക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. റിയക്ക് പൂജക്ക് ആരും വേണ്ട അല്ലെങ്കിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പൂജ വെക്കാഞ്ഞത്. പൂജ വെച്ച ഷോർട്ട് ഫിലിം പലതും പെട്ടിയിലാണ്. അത് മെയിലാണ് റിലീസ് ചെയ്യണത്, ബ്ലഡി നൈറ്റും നേരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാഴ്ചയുടെ ഒരു പുതിയ വസന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിങ് അനുഭവമായിരിക്കും. ഒരു ത്രില്ലിങ് സീറ്റഞ്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ ഒരു മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾക്ക് സമയദൈർഘ്യം ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം എന്ന് തന്നെ പറയാം. ഒരു 6-7 മിനിറ്റ് നിങ്ങൾക്ക് ബോറടിപ്പിക്കാണ്ട് കാണാൻ പറ്റും. നമസ്കാരം. അപ്പോൾ നമ്മുടെ ബ്രൈറ്റ് സംവിധാനം ചെയ്യുന്ന ഈ ഷോർട്ട് ഫിലിം അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി, എല്ലാവരും സപ്പോർട്ട് വേണം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബ്രൈറ്റിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നിഷയാണ്, നിഷ ഇടുക്കിയാണ്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. സിന്ധു ചാലക്കുടി, മായ ഇടുക്കി, അതുപോലെ തന്നെ ഈ ഒരു എളിയ കലാകാരൻ അഭിലാഷ് ആട്ടായം മൂവാറ്റുപുഴ, ഒരു കോമഡി ഉത്സവത്തിലൊരു എളിയ കലാകാരനാണ്. അപ്പോൾ അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്നത് അനൂപ്, നമ്മുടെ ബ്രൈറ്റിൻ്റെ ചങ്ക്. അങ്ങനെ കുറച്ച് പേര് ഇതിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. പെരേരയ്ക്ക് നല്ലൊരു വേഷമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.